ഓണം തുടങ്ങിയാൽ പിന്നെ നമുക്ക് എന്നും ആഘോഷങ്ങൾ തന്നെയല്ലേ. അപ്പോൾ ഇന്നാട്ടോ നമ്മളെ പുഷ്പ ടീച്ചർ അംഗൻവാടിയിലെ ഓണാഘോഷം. ടീച്ചറെക്കുറിച്ച് പറയുന്നേരം ഈ നാട്ടിലെ മൊത്തം ആൾക്കാർക്ക് ഒരു 100 നാവാട്ടോ. എന്താണെന്ന് വെച്ചാൽ ഈ നാട്ടിലുള്ള ഏകദേശം കുട്ടികളൊക്കെ ഈ ഒരു ടീച്ചറിൻ്റെ കൈകൾ കൂടിയാണ് വളർന്ന് വന്നേന്ന് തന്നെ പറയുക. ഞാനാണെങ്കിലും ജയേഷേട്ടനാണെങ്കിൽ പോലും ടീച്ചർ സ്റ്റുഡൻ്റാട്ടോ. ഞാനെൻ്റെ കുട്ടിക്കാലത്ത് കാണുന്ന ടീച്ചറില്ലേ, അതേ ടീച്ചർ തന്നെയാണ് ഇപ്പോഴും, ഒരു മാറ്റവും ഇല്ല. അങ്ങനെ രാവിലെ തന്നെ ഞാനും എത്തിയിട്ടോ അംഗൻവാടിയിൽ ഈ ഒരു ആഘോഷത്തിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടി. അവിടെ എത്തിയപ്പോൾക്ക് ഷൈമേച്ചിയുണ്ട്, നിഷേച്ചിയുണ്ട്, നാട്ടിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, പിന്നെ ഇടവലുള്ള ആൾക്കാരുണ്ട്, കുട്ടികളെയും രക്ഷിതാക്കളുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. കുട്ടികളൊക്കെ നല്ല കളിയും ചിരിയൊക്കെയാണ്. ഇവരൊക്കെ ഇങ്ങനെ കളിക്കുന്നതൊക്കെ കാണുമ്പോഴല്ലേ നമ്മൾ പണ്ടത്തെ നമ്മളെ ഈ ഒരു അംഗൻവാടിയിലെ ഈ ഒരു കാലഘട്ടമില്ലേ, അതൊക്കെ അവിടെ വന്നാലോ ശരിക്കും ഓർമ്മ വരുന്നത്. അനഘാജിനി ഹസ്നേനെന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും മിസ് ചെയ്യുന്നു. ഈ ഒരു പഴയ ഒരു കാലത്തേക്കൊക്കെ നമ്മളൊന്ന് അറിയാണ്ട് പോയിപ്പോയി. എല്ലാവരും കൂടി വലിയൊരു പൂക്കളൊക്കെ ഇട്ടിനെ അംഗൻവാടിയിൽ. കുട്ടികളൊക്കെ അത് നോക്കി അതിൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാവരുടെയും ഒരു ആഘോഷമായി തന്നെ, പാട്ടും ചിരിയും. അതിൻ്റെ ഇടയ്ക്ക് ചില മക്കളെ കരച്ചിലെന്ന് പറഞ്ഞിട്ട് ഫുള്ള് അടിപൊളി തന്നെ, ആഘോഷം തന്നെ മൊത്തം. ഈ കരയുന്ന മക്കൾ അറിയുന്നില്ലല്ലോ അല്ലേ. നമ്മൾ കുറച്ച് അങ്ങോട്ട് എത്തുന്നേരം ആലോചിക്കുന്നേരം നമ്മളെന്തിനാണ് കരഞ്ഞെന്ന് നമ്മൾ പിന്നെ ചിന്തിക്കുന്നു. എല്ലാവരും നല്ല പട്ടുപാവാടയും ബ്ലൗസും മുണ്ടും ഷർട്ടൊക്കെ ഇട്ട് ഈ ഒരു ഓണം സ്റ്റൈലില്ലേ, ഈ ഒരു സ്റ്റൈലില്ല കേട്ടോ എല്ലാവരും ഇന്ന് വന്നത്. ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ അംഗൻവാടിയിലൊന്ന് വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ മൊത്തം ചുറ്റി നടന്നൊന്ന് കാണുകയൊക്കെ ചെയ്ത്. മേലെ ചെന്ന് നോക്കുന്നേരം നമ്മളെ ചെറുപ്പത്തിലുള്ള ഏകദേശം ഒരു 30-31 വർഷം മുന്നേ ഉള്ള ഫോട്ടോസില്ലേ, അതൊക്കെ ഉണ്ട് മേലെ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചിക്ക്. കുറച്ച് കഴിയുമ്പോൾക്ക് ടീച്ചർ നല്ല സെറ്റ് സാരിയൊക്കെ എടുത്ത് മാറ്റി വന്ന് പിന്നെ എല്ലാവരും കൂടി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത്. ചില മക്കളൊന്നും നിൽക്കുന്നില്ല കേട്ടോ, കരിയൊക്കെ ചെയ്യുന്നു. പക്ഷേങ്കിൽ ടീച്ചർ ഓരെ എടുത്ത് കൊണ്ടുവരുമ്പോഴത്തേക്ക് ഓരോ കരച്ചിലൊക്കെ മാറി എല്ലാവരും ഓക്കെ ആകുന്നുണ്ട്. എല്ലാവരും ഫോട്ടോയും വീഡിയോനൊക്കെ ടീച്ചർ പറയുന്നതിനോട്ട് തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പണ്ട് നമ്മൾ പഠിക്കുന്നേരം ഉച്ചക്ക് റവയും കഞ്ഞിയൊക്കെ തിന്നിട്ട് നമുക്കൊരു ഉറക്കം ഉണ്ടായിരുന്നു അല്ലേ. ഒരു പായ് വിരിച്ചു തരും ടീച്ചർ, എന്നിട്ട് അതിലെല്ലാവരും കിടന്നുറങ്ങും. നിലമൊക്കെ കാണുന്നേരം പണ്ടത്തെ ഈ ഒരു സംഭവങ്ങളില്ലേ, അതൊക്കെയാണ് ഓർമ്മ വരുന്നത്. നമുക്കെല്ലാം ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്, പക്ഷേ ടീച്ചർക്ക് മാത്രം ഒരു മാറ്റമില്ല. ഞാൻ അവിടെ നേരം കൂടുതൽ അത് തന്നെയാണ് ചിന്തിക്കുന്നത്. ടീച്ചർ അന്നും ഒന്നും ഒരുപോലെ ഉണ്ട്, ഒരു മാറ്റവും ഇല്ല. പിന്നെ പറയാനുള്ളത് നമ്മളെ രാധേച്ചി ഇല്ലേ, ഹെൽപ്പർ രാധേച്ചി ഇപ്പം വേറെ അംഗൻവാടിയിലേക്ക് മാറിപ്പോയിട്ടോ. നമ്മളൊക്കെ പഠിക്കുന്നേരം രാധേച്ചിയായിരുന്നു, ഇപ്പം അതിന് പകരം വേറൊരു ചേച്ചിയാണ് ഉള്ളത്. കുറച്ച് സമയം കൂടി കഴിയുമ്പോഴത്തേക്ക് എല്ലാ രക്ഷിതാക്കളും എല്ലാവരും വന്നിട്ടോ. പിന്നെ എല്ലാവരും നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത്. ചില മക്കളിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾ കാണുന്നില്ലേ ചോറിലൊക്കെ കിടന്നിട്ട്. പണ്ട് നമ്മൾ പഠിക്കുന്നേരം ഇവിടെ വലിയൊരു ഊരിക്കുത്തുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ സ്റ്റെപ്പ് ഏറിപ്പോയിട്ട് മേലെ എത്തിയിട്ട് താഴോട്ട് ഇങ്ങനെ ഊരി വരുന്നത്, അതിപ്പോൾ ഇല്ല. അതിന് പകരം ഇങ്ങനെ ഊഞ്ഞാലും വേറെ ഓരോ സംഭവങ്ങളൊക്കെ ആട്ടോ ഉള്ളത്. ഇതാട്ടോ നമ്മളെ അംഗൻവാടിയിലെ ഹെൽപ്പർ ചന്ദ്രേച്ചി. നമ്മളൊക്കെ പഠിക്കുന്നതിന് രാധേച്ചിയാണ്, പക്ഷേ ഇപ്പോൾ ചന്ദ്രേച്ചി ഷൈമേച്ചിയും എല്ലാവരും ഉണ്ട് കേട്ടോ. നമ്മളെ നാട്ടുകാരെ മൊത്തം സഹകരണവും കാര്യങ്ങളൊക്കെ ഈ ഒരു ഓണാഘോഷത്തിൽ അംഗൻവാടിയിലുണ്ട്. ഒരു 10-12 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പിന്നെ നമ്മളെ സദ്യ വിളമ്പേണ്ട പരിപാടിയൊക്കെ നോക്കുക കേട്ടോ. കണ്ടോ അടുക്കളയിൽ മനോജേട്ടനും അങ്ങനെ അംഗൻവാടിൻ്റെ അപ്പുറപ്പുറമുള്ള ആൾക്കാരില്ലേ എല്ലാവരും ഉണ്ട് കേട്ടോ സഹായത്തിന്. എല്ലാ വിഭവങ്ങളും ഇങ്ങനെ പാത്രത്തിലൊക്കെ ആക്കി സെറ്റാക്കുക. നമ്മൾ അംഗൻവാടിയിലോ അല്ലേ സ്കൂളിലൊക്കെ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റുവട്ടത്തുള്ളവരും നാട്ടുകാരൊക്കെ സജീവ സഹകരണത്തോടെ അവിടെ ഉണ്ടാവും കേട്ടോ. നമുക്കൊരു ആഘോഷം പോലെ തന്നെയാണ്. സ്കൂളിലോ അംഗൻവാടിയിലൊക്കെ ഒരു പരിപാടി വന്നാൽ എല്ലാവരും അടിപൊളിയായിട്ട് ഓരോ കാര്യങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല അടിപൊളി സദ്യ വിളമ്പിട്ടോ. ആദ്യം നമുക്കറിയാലോ കുട്ടികളായിരിക്കുക, പിന്നെ കുട്ടികൾക്ക് വാരി കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഓരോരോ രക്ഷിതാക്കളും ഇരിക്കുന്നുണ്ട്. ഞാനിങ്ങനെ ഓരോ ഇലയും ഇങ്ങനെ നോക്കി നോക്കി പോകുക കേട്ടോ, എന്തൊക്കെ വിഭവങ്ങളാണ് ഇങ്ങനെ വിളമ്പുന്നേ. ശരിക്കും പറഞ്ഞാൽ ഇതെൻ്റെ 3ാമത്തെ ഓണസദ്യ കേട്ടോ. ഒന്ന് സ്കൂളിൽ നിന്ന്, പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന ബാങ്കിൽ നിന്ന്,
പിന്നെ അംഗൻവാടിയിൽ നിന്ന്. അതുകൊണ്ട് ഇക്കൊല്ലത്തെ ഓണം കുശാലായി എന്ന് തന്നെ പറയാം. നമുക്കിനി വീട്ടിൽ നിന്ന് ഓണം സദ്യ കിട്ടിയില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മൾ 3 ഇടന്നും നല്ല പായസവും പപ്പടവും സാമ്പാറൊക്കെ കൂട്ടി നല്ല അടിപൊളി സദ്യ കഴിക്കുന്നുണ്ടല്ലോ. 1ാമത്തെ ട്രിപ്പ് കഴിഞ്ഞ് 2ാമത്തെ ട്രിപ്പ് ആകുമ്പോഴത്തേക്ക് ഞാനും ഇരുന്നേ. അങ്ങനെ എൻ്റെ ഇലയിലും വന്നിട്ടോ അച്ചാറും പച്ചടിയും ചോറും അവിയലും സാമ്പാറെന്ന് പറഞ്ഞിട്ട് എല്ലാ വിഭവങ്ങളും എല്ലാം നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവിടുത്തെ പായസമാണേ. പായസം ഒരു രക്ഷയില്ല, സൂപ്പറായിരുന്നു. അങ്ങനെ ഓണപ്പൂക്കളിട്ടും ഓണസദ്യ കഴിച്ചൊക്കെ നമ്മളെ അംഗൻവാടിയത്തെ ഓണാഘോഷമില്ലേ അതങ്ങ് കളറായിട്ടോ. കളറാക്കാൻ പിന്നെ നമ്മളെ നാട്ടുകാരും കൂടെ ഉണ്ടല്ലോ. നമ്മൾ സദ്യ കഴിക്കാനിരുന്നപ്പോഴത്തേക്ക് ചെറുങ്ങനെ മഴക്കാറും മഴക്കോളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ സ്പീഡിലങ്ങ് തിന്ന്. ചോറ് തിന്നിട്ട് വേണം എനിക്ക് വടകര ബാങ്കിലേക്ക് പോകാനും. തിരക്കാണെങ്കിൽ പോലും ഞാൻ 1 മണി വറ്റി ബാക്കി വെച്ചിട്ടില്ലേ, എല്ലാം തിന്ന് പായസമൊക്കെ കുടിച്ച് അങ്ങനെ കേട്ടോ തിരിച്ച് വീട്ടിൽ പോയിക്കുള്ളൂ. എന്തായാലും പരിപാടിയൊക്കെ അതിഗംഭീരമായിട്ട് കഴിഞ്ഞിട്ടോ. പുഷ്പ ടീച്ചറും അവിടെയുള്ള രക്ഷിതാക്കളും എല്ലാവരും നല്ല അടിപൊളിയായിട്ടാട്ടോ ഈ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കുന്നത്. ഗോപാലേട്ടനും ബാലകൃഷ്ണേട്ടനും രവിയേട്ടനും എല്ലാവരും അങ്ങനെ നമ്മളെ നാട്ടിലുള്ള എല്ലാ ആൾക്കാരും അവിടെ സജീവ സാന്നിധ്യമായിട്ട് നമ്മളൊരു കല്യാണ വീട്ടിലൊക്കെ ഉണ്ടാവില്ലേ അതുപോലെ എല്ലാവരും ഹാപ്പി ആയിട്ട് എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഒരു 31 വർഷം മുന്നേ ഉള്ളൊരു ഫോട്ടോ അവിടെ ഉണ്ടായിരുന്നു. അതാട്ടോ ഇത്. അതിൽ നടുവിൽ നിൽക്കുന്ന മഞ്ഞയും നീലയും ഡ്രസ്സിട്ട ഞാനാന്നേ. ഇവിടെ ഇരിക്കുന്ന മക്കൾ അതേ പ്രായമല്ലേ. ടീച്ചർ അത് ഇന്നും അവിടെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത വർഷം ഇതിലും നന്നായിട്ട് നമുക്ക് ഓണം ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഹാപ്പി ഓണം.